എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ 2 വർഷം അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ഇതായതിനു ശേഷം തിരിച്ചു വരുന്നു, ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോകുന്നു. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. സോ അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുള്ളത് എനിക്കിപ്പോൾ ഒരു വിഷയമല്ല, അന്നും ഇന്നും ഒരു വിഷയമല്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്ലാമി ഗംഗ അറിയില്ല, ഗ്ലാമി ഗംഗയുടെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഈ കല്യാണത്തിനെ തുടർന്നിട്ട് അത്യാവശ്യം നല്ല വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് പട്ടി ഷോ കാണിച്ചു എന്നുള്ളൊരു കേസ് അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവളെന്തിനാ അവിടെ പോയി പ്രഹസനം കാണിച്ച്, അങ്ങനത്തേക്കുള്ള സംസാരം കട്ടയ്ക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ അമ്പല നടയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. അതിലൊന്ന് മെയിൻ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന സാധനമാണ് ജസ്ന സലീം. അവിടെ പോയി കേക്ക് കട്ടിങ്ങും കണ്ണാന്ന് വിളിച്ചുള്ള പ്രഹസനങ്ങളും അവസാനം കയറിപ്പോയി അവൾ ഉടായ്പാണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞ്. അങ്ങനെ ഒരു പ്രഹസനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അടുത്ത് ജാസ്മിൻ ജാഫർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോയിട്ട് അവിടെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി കൂട്ടി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാമി ഗംഗ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെ കടന്ന് പ്രഹസനം, എടുത്തു തൂക്കല്, കറക്കല്, കളിക്ക്, ഡാൻസ്, ഓട്ടം, ചാട്ടം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. സീരിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ഈ ഗ്ലാമി ഗംഗയുടെ ആ ഒരു ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ. പിന്നെ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് നിയമം വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് അവിടെ കടന്ന് പ്രഹസനം കാണിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാനുള്ള കാര്യം പറയാമല്ലോ. ഈ പറയുന്നത് പോലെ നമ്മൾ ഇപ്പം അമ്പലമായാലും പള്ളിയായാലും അവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് പൈസ ഉണ്ടെന്നും എന്തെങ്കിലും ചെറിയ കേസ് വന്നാലും പൈസ കൊടുത്താലും ഡീൽ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുന്നത് എനിക്ക് യോജിപ്പില്ല. ഗ്ലാമിയൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ടീംസൊക്കെ തന്നെയാണ്. നല്ലപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നല്ലപോലെ ഒരു സമയത്തൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ ഒരു യൂട്യൂബ് ഫീൽഡ് വഴിയൊക്കെ അത്യാവശ്യം കയറി വന്ന ഒരുത്തിയാണ് ഈ ഗ്ലാമി ഗംഗ. അതുപോലെ തന്നെ ഈ കെട്ടിയ പയ്യൻ ഓൾറെഡി മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് ആണ്, അതിലൊരു കുട്ടി എങ്ങാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഗ്ലാമിക്ക് വിഷയമില്ല, ഗ്ലാമിയുടെ ആദ്യത്തെ കല്യാണമാണ്. പക്ഷെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, അത് മതി. ഇനിയിപ്പോൾ നമുക്ക് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കേസാണ്. അമ്പലത്തിൽ ഓൾറെഡി ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ പാടില്ല, ഇങ്ങനത്തെയൊക്കെ കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് ഈ നിൽക്കുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ആരെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ ഈ ഗ്ലാമി ഗംഗയിലും ഇവനുമായാലും നിൽക്കുന്ന സമയത്തൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇനി അമ്പലത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ടാണോ എന്നും ഒരു ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് നിയമം വന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരിടവും ഈ പറയുന്ന പോലെ അതായത് അകത്ത് കയറി കഴിഞ്ഞാൽ എൻട്രി നടത്തി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഒരു അരുവെന്ന് കല്യാണ വീഡിയോ അടക്കം കണ്ടു തുടങ്ങാം. ഓക്കെ, ഓൺലൈൻ മീഡിയാസ് എല്ലാവരും ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഉണ്ട്, അത്യാവശ്യം ക്യാമറയും തൂക്കി എല്ലാവരും ഉണ്ട്. എന്തായാലും കൊള്ളാം, നല്ലത് തന്നെയാണ്, എല്ലാവരും ഉണ്ടാവട്ടെ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അവിടെ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു എടുത്തുകൊണ്ട് പോക്കൊക്കെ. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്ത് വേണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേണ്ടയായിരുന്നു എന്നും പറയാം. പിന്നെ അവിടെ വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, എടുത്തുകൊണ്ട് പോയി പ്രഹസനം കാണിക്കട്ടെ. പക്ഷേ ഈ പ്രഹസനങ്ങൾ കുറച്ച് കുറയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവരുടെ ലൈഫാണ്, കല്യാണമാണ്, എല്ലാം ആണ്. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു ഓൾറെഡി വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനം കാണിക്കുന്നത് അത്ര നല്ല ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം, എടുത്തുകൊണ്ട് പോകുന്നത്. തളർന്നാടാ കുട്ട ഇത്ര എടുത്തപ്പോ. എന്തായാലും കുറച്ച് പ്രഹസനമായിപ്പോയി. പിന്നെ ഇതിനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വലിയ മാസമായിട്ടൊക്കെ അടിച്ചിറക്കാം, അത് വേറെ കാര്യം. എന്തായാലും കൊള്ളാം. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യണമെന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു സ്ഥലത്തൊരു നിയമം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് മറികടന്നുകൊണ്ട് നമ്മുടെ പട്ടി ഷോയും പ്രഹസനം കാണിക്കുന്നതിൽ അർത്ഥമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ എവിടെ പോയാലും അവിടുത്തെ നിയമം നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകാതിരിക്കുക, അത്രേ ഉള്ളൂ.
അല്ലാണ്ട് ഒരു സ്ഥലത്തെ ആചാരങ്ങളെയും അവിടുത്തെ രീതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് പട്ടിഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആചാരം ഒരു സ്ഥലത്ത് നടക്കുകയാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോവുക, ഇല്ലെങ്കിൽ പോകരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് അവിടെ പോയിട്ട് അവിടുത്തെ ആചാരം കൊള്ളൂല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇത് നമ്മളെന്തിന് അങ്ങനത്തെ പട്ടിഷോ കാണിക്കണം? അവിടെ എടുക്കാൻ പാടില്ല എടുക്കരുത്, പോകാൻ പാടില്ല പോകരുത്. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് അവർ ബോർഡ് എഴുതി വെച്ചതിന് ശേഷം നമ്മളവിടെ പോയി ചെയ്തിട്ട് അതെന്താ അവിടെ ചെയ്താൽ കുഴപ്പം? ഈ ഒരു സെറ്റപ്പ് എന്തിനാണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഗ്ലാമി എയറിലാണ് ഏതാണ്ടൊക്കെ. കുറേ പേര് നല്ലോണം വിമർശിക്കുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ എടുക്കാം, താലി കെട്ടുന്ന ഫോട്ടോ. ഈ പയ്യൻ ഓൾറെഡി മാരീഡാണ്, പക്ഷെ അത് ഇവർ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, അത് അവരുടെ ഇഷ്ടം. പിന്നെ അതിൽ കൈ കടത്താൻ നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല, അത് വേറൊരു കാര്യം. ഓക്കെ, അടുത്ത് കെട്ടുന്ന വീഡിയോ ആണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ, ഈ പറയുന്ന പോലെ പട്ടിഷോകൾ കാണിക്കുന്നതും പ്രഹസനങ്ങൾ കാണിക്കുന്ന കേസാണ് കേട്ടാ. ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുക, അതിനുള്ള റൈറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കേക്ക് കട്ടിങ്, കണ്ണാന്ന് വിളിച്ചുകൊണ്ടുള്ള പോക്ക്, ജസ്റ്റിന സലീം ഇതുപോലത്തെ ടീംസുകളുടെ ഇതൊക്കെയാണ്. പിന്നെ റീൽ ഷൂട്ട്, ഇമാതിരി പരിപാടിയൊക്കെയാണ് അവിടെ തടഞ്ഞിട്ടുള്ളത്. ഇമാതിരി കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക, അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, അതിനൊക്കെ അവർക്ക് പ്രത്യേക റൈറ്റ്സ് കാണും. പിന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പോൾ തെറ്റാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പ്രവർത്തനങ്ങൾ ആവാം, കുറച്ചൊക്കെ ഒരു പൊടിക്കാകാം, ഈ പറഞ്ഞ പോലെ. പിന്നെ എന്തേലും ചെയ്യും, അല്ലാണ്ട് പിന്നെ എന്താ പറയുക. ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു. ഓക്കെ, ഓ സന്തോഷം, പോട്ടെ. ഓക്കെ, അങ്ങനെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന്. രണ്ടുപേരുടെ ആഗ്രഹം സാധിച്ചു, രണ്ടുപേരും പോയി കല്യാണം കഴിച്ചു, സെറ്റായിട്ട് പോയി. പിന്നെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ഒഴിവാക്കുക, എനിക്കതേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ അകമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, മാന്യമായിട്ട് പോവുക. അവിടെ കിടന്ന് പ്രഹസനം കാണിച്ച് നാട്ടുകാരെയും കൂടി മൊത്തം വലിച്ച് കൂട്ടിയിട്ട് പട്ടി ഷോ കാണിച്ച് ചുമ്മാ ഏറിപ്പോവേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വലിയ പ്രഹസനം കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുക. കാരണം ഓൾറെഡി വിവാദങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് വിമർശനങ്ങൾ വരും. ഈ അമ്പലത്തിൻ്റെയൊക്കെ നടയിൽ കിടന്ന് നമ്മൾ പട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അമ്പലം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അമ്പലമായാലും പള്ളിയായാലും പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇപ്പോൾ മാന്യമായിട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നതൊക്കെ ഓക്കെയാണ്. പിന്നെ അവിടെ എടുത്ത് പൊക്കി അവിടെ കിടന്ന് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി ഒരു പ്രഹസനം, അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് വിമർശിക്കുന്നത്. ഓക്കെ, അവിടെ ഡെയിലി കല്യാണത്തിൻ്റെ പൂരമാണ്. ഇവിടെ നടന്നു പോകുമ്പം തന്നെ സൈഡിലെല്ലാം വേറെ കല്യാണങ്ങൾ കാണാം. ഇത്രയും കല്യാണങ്ങൾ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കും. അത് പോട്ടെ. പക്ഷേ ഈ പറയുന്നല്ലേ വേറെ വലിയ പ്രശ്നമൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, എടുത്തോണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രഹസനം പോലെ. അത് ഒന്നാമത് അമ്പലങ്ങളുടെ അല്ലേ ഓൾറെഡി വിവാദത്തിൽ നിൽക്കുകയാണ്. ഒരുപാട് പേര് അവിടെ പ്രഹസനം കാണിച്ച് കേസായ കേസുകളൊക്കെ. അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് കെട്ടുക പോവുക, ഇതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഞാൻ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണെന്നൊന്നും വിചാരിക്കില്ല. അടുത്ത് ഈ ഒരു വീഡിയോ കാണാം. ഉള്ള കാര്യം പറയാമല്ലോ, ഇതെനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ കാർത്തിക് സൂര്യ നിൽക്കുന്നുണ്ട്, ഗ്ലാമി അവരെ കൂട്ടുകാരെല്ലാവരും നിന്ന് കല്യാണത്തിന് വന്ന് സെറ്റായിട്ട് നടത്തി. പക്ഷേ ഒരു അമ്പലമാണ്, അതിൻ്റെ അവിടെയൊക്കെ നിന്ന് ഈ വിളിയും ബഹളമൊക്കെ വെച്ചിട്ട് ഈ പ്രഹസനം, ഈ പട്ടി ഷോ, ഇത് എനിക്ക് യോജിപ്പുള്ളൊരു കാര്യമല്ല. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്തിനാണ് അമ്പലത്തിൽ വരിക, പ്രാർത്ഥിക്കുക, പോവുക, അല്ലെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, പോവുക. ഇവിടെ കിടന്ന് കൂവി വിളിച്ച് ബഹളം വെച്ച് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് ഇതൊരു പ്രഹസനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു പ്രഹസനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീണ്ടും എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നു. വീട്ടിൽ പോടാ, വീട്ടിൽ പോയിട്ട് ഇടാ. ഓക്കെ, ബൈയും പറഞ്ഞ് പോകുന്നുണ്ട്. എൻ്റെ പൊന്നു ഗ്ലാമി, കുറച്ച് ബോധമൊക്കെ കാണിക്കുക, വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം.
ഈ പറഞ്ഞ പോലെ അവിടെ കിടന്ന് കൂക്കുവിളി ബഹളം. ഇതിപ്പോൾ ഇവിടെ നടന്ന് തന്നെ ഫോട്ടോ എടുക്കണമെന്നില്ലല്ലോ. ഇതേ ഡ്രസ്സിൽ ഇതേ കോസ്റ്റ്യൂമിൽ അപ്പുറത്ത് അവിടെ എവിടേക്കും പോയിട്ട് വെളിയിൽ റോട്ടിൽ പോയി ഒന്ന് എടുക്കാമല്ലോ, നടന്ന് എടുത്തോണ്ടൊക്കെ നടക്കാമല്ലോ. നല്ല അമ്പലമല്ലേ, അവിടെ ഓൾറെഡി വിഷയത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറയുന്നത്. വീണ്ടും കയറി പോകാനായിട്ട് കുറച്ച് ബോധമൊക്കെ കാണിക്കണം. ആ കൂക്കുവിളിയുടെ വീഡിയോ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, അത് ശരിയല്ല. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കല്യാണമൊക്കെ നടക്കട്ടെ, ഹാപ്പി മാരീഡ് ലൈഫ് എങ്കിലും ഒന്ന് സൂക്ഷിക്കുക. ഇനി കുറച്ച് നാൾ മുന്നേ ഇവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടോക്കാം. എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ 2 വർഷം അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ഇതായതിനു ശേഷം തിരിച്ചു വരുന്നു, ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോകുന്നു. ഇതായിരുന്നു എന്റെ പ്ലാൻ. സോ അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുള്ളത് എനിക്കിപ്പോ ഒരു വിഷയമല്ല, അന്നും ഇന്നും ഒരു വിഷയമല്ല. കാരണം എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ എനിക്കെന്താ പറയാ, എനിക്കതിൽ എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. നാളെ ഒരു ടൈമിൽ നാളെ ഞങ്ങളുടെ അടുത്തോട്ട് അവൾ കുഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ഈ 4 കൈകളും കൊണ്ട് റെഡിയാണ്. യെസ്, ഈ 4 കൈകളും കൊണ്ട് ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ എന്റെ വീട്ടിലൊരു സംസാരം ഉണ്ടായി തുടങ്ങി. എടി അപ്പു നല്ല ചെറുക്കനാണ്, അവനെ പോലെ ഒരു ചെറുക്കനിലേക്ക് അമ്മ പറഞ്ഞു, അപ്പുനെ പോലത്തെ ഒരു ചെറുക്കൻ ചെറിയ. പിന്നെ അത് അപ്പുനെ പോലെ എന്നുള്ളതായി മാറ്റിയിട്ട് വീട്ടിൽ എന്റെ അമ്മ അപ്പുനെ നിനക്ക് ആലോചിച്ചാലോ എന്നുള്ളതായി. അപ്പു നല്ലതല്ലേ, നമുക്കെല്ലാം അറിയാം, അവന് നീ കഴിഞ്ഞ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയാം, നിനക്കും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയാം. അവന് നല്ലൊരു ചെറുക്കനാണ്, അഹങ്കാരോ പൈസയുടെ അടുത്ത് ആർത്തിയ ഫെയിമും കൊണ്ട് അങ്ങനെ ഒന്നിന്റെ അടുത്ത് ഒരു ആർത്തി ഇല്ലാത്ത ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ഉള്ളപ്പോൾ മന്തി ഇല്ലാത്തപ്പോ ചമ്മന്തി, അത് ഉള്ളപ്പോഴും മന്തി വേണമെന്നില്ല, ചമ്മന്തി എന്ന ധാരാളമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചമ്മന്തിന്റെ അയ്യോതാണ്. ഓക്കെ, അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഗ്ലാമിക്ക് നല്ലൊരു മനസ്സുണ്ട്, അത് നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റത്തില്ല. നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അവനൊരു കുഞ്ഞുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അവൾക്ക് വിഷയമില്ല, അവൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാണ്. അപ്പോഴാണ് ഇവന് ഒരു കുട്ടിയുണ്ട്, അവർ ഫാമിലി ആയിട്ട് തന്നെ ഓക്കെയാണ്. ഈ പയ്യൻ്റെ കേസ് ഇവളുടെ അമ്മയ്ക്കും കുഴപ്പമില്ല, അവൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കാതിരിക്കുക, കാരണം അതത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഒരുപാട് ആൾക്കാരൊക്കെ ഓൾറെഡി വിവാദത്തിലും വിമർശനങ്ങളൊക്കെ ഉള്ളതാണ് ഈ കേസിൽ. ഈ പറയുന്ന പോലെ അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് പട്ടി ഷോ, പ്രഹസനം, ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഓൾറെഡി നിങ്ങളൊക്കെ ഫെയിമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്, കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഉറപ്പായിട്ട് വിമർശനങ്ങൾ വരും. ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിച്ചു തരാം, അപ്പം തന്നെ ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടും. ഉള്ള കാര്യം പറയാമല്ലോ, കമൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഭക്തിപൂർവം നടക്കേണ്ട ഒരു ഇടം അല്ലേ, അവിടെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ എന്തോ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതെ, ആൾക്കാർ ഈ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ റീച്ച് കിട്ടാൻ കോപ്രായങ്ങളൊക്കെ എത്ര നാളത്തേക്കാണ് എന്ന് കണ്ടറിയാം. ഇങ്ങനെയൊക്കെ ഉള്ളത് അധികകാലം പോകില്ല. ഓരോ കോപ്രായങ്ങൾ ഏതാ ഇവറ്റകൾ. ക്ഷേത്ര ആചാരം പാലിക്കപ്പെടണം. ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇവറ്റകൾ ചെയ്യുന്ന തെമ്മാടിത്തരം ഇതൊന്നും ക്ഷേത്രത്തിൽ അനുവദിക്കരുത്. ഇനി ഈ കല്യാണം ആയിരിക്കും മൊബൈൽ തുറന്നാൽ. അമ്പല പരിസരത്ത് ഇടയ്ക്കൊക്കെ കുറച്ച് ഓവറാണ്. ഇങ്ങനെയുള്ള ആഭാസങ്ങൾ ക്ഷേത്ര പരിസരത്ത് അനുവദിച്ചുകൂടാ, ഇല്ലെങ്കിൽ ഇതിലും വലുത് കാണേണ്ടി വരും. അതെ, അതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മൾ ഒരുപോലെ കൺസിഡറേഷൻ കൊടുക്കണം, മനസ്സിലായ? കാര്യം ആക്കേണ്ട തുടക്കത്തിൻ്റെയാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എടാ, ഇത് നിന്റെ ബെഡ്റൂമല്ല, പവിത്രമായ ക്ഷേത്ര പരിസരമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ്. അവിടെ അതിൻ്റെതായ പവിത്രതയുണ്ട്. ഈ നാടിൻ്റെ ശാപം നിനക്ക് ഇതിലും മറ്റും. ഇന്ന് രാത്രി ഒരുപാട് സമയമുണ്ടല്ലോ, അവിടെ ആകാം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഗായ്സ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പല നട ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ആൾക്കാരെല്ലാവരും അമ്പല നടയായപ്പം അവരുടെ ആ ഒരു മതത്തിൻ്റെ ആ ഒരു സാധനം വരാൻ തുടങ്ങി. വേറൊന്നും കൊണ്ടല്ല, അത് ആൾക്കാരെ ഞാൻ തെറ്റു പറയത്തില്ല. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ ഓൾറെഡി വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ പോയിട്ട് അവിടെ പോയി പട്ടി ഷോ കാണിച്ചതിനെ തുടർന്നിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളായിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഇത് വീണ്ടും പ്രഹസനങ്ങളും ഈ പറയുന്ന പോലെ ഗ്ലാമിക്ക് കയറിപ്പോകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇമാതിരി കോപ്രായങ്ങൾ അവിടങ്ങളിലൊക്കെ പോയി കാണിക്കാതിരിക്കും. ഗ്ലാമിയുടെ ഈ കല്യാണ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര തെറിവിളിയുണ്ട്. പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ നടയിൽ ഇവൾ എന്തിനിങ്ങനെ കോപ്രായങ്ങൾ പോക്കൃത്തനങ്ങൾ കാണിക്കുന്നത്, നല്ല വിമർശനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഈ ഷോ ഓഫ് ഒന്നും പോയിട്ട് അമ്പലത്തിൻ്റെ ഇടയിൽ കാണിക്കാതിരിക്കുക. എന്തിനാണ് ആൾക്കാരെ വായിരിക്കുന്ന മൊത്തം കേൾക്കുന്നത്? ഒരിക്കലും അമ്പലമായാലും പള്ളിയായാലും നമ്മൾ ഷോ ഓഫ് കാണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. വല്ല ബീച്ചിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ആണെങ്കിൽ ആളില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് റീലെടുക്കുക, വീഡിയോ എടുക്കുക, എന്തുവേണോ ചെയ്യാം. അല്ലെങ്കിൽ വേറെ സ്പോട്ടുകൾ കണ്ടുപിടിക്കാം. ഈ അമ്പലത്തിൻ്റെ നടയിലൊക്കെ എന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതൊന്നും
പിടിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് അമ്പലവും പള്ളിയൊക്കെ. അവിടെ പോയിട്ട് ഒരുമായി തൂക്കിയെടുത്ത് കറക്കി ഉമ്മയൊക്കെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു വിശുദ്ധമായ സ്ഥലമല്ലേ, അത് ആൾക്കാർക്ക് പിടിക്കത്തില്ല, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വിളി കേൾക്കേണ്ടി വന്നത്. ഇങ്ങനെയൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ചുമ്മാ ആൾക്കാരുടെ വായിലിരിക്കണ കേട്ട് എന്ത് സുഖമാണ് ഇതിനും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക. ഓഫ് കോഴ്സ് അമ്പലമായാലും പള്ളിയായാലും നമ്മൾ പോകുന്ന പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെയാണ്. കല്യാണം ഓക്കെ അവിടെ നടത്തുന്നുണ്ട്, കല്യാണം നടത്തുക, അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുക, വീട്ടിൽ പോവുക. വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുത്തു വെക്കലും കറക്കലും ഒക്കെ നടത്തുക. അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ വായിലിരിക്കുന്ന കേൾക്കും. മംഗളാശംസകൾ വാരി കൂട്ടേണ്ട സ്ഥാനത്ത് നാട്ടുകാരുടെ വായിരിക്കുന്ന പച്ച തെറി വാങ്ങിച്ച് കൂട്ടുന്ന ഗ്ലാമിയുടെയും അവൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. ഇനിയെങ്കിലും ഇതുപോലത്തെ വീട്ടിത്തരങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക. കല്യാണം കഴിക്കുക, വീട്ടിൽ പോവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുക. അല്ലാണ്ട് ഇമാതിരി ഷോ ഓഫ് പള്ളിയിലും അമ്പലത്തിലും ഒന്നും അല്ലെന്ന് കാണിക്കേണ്ട. ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.